എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞാറ്റയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മളയുക. ഇന്ന് നമുക്കൊരു മിടുക്കി കൂട്ടുകാരി നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. എന്താ പേര്? ഐശ്വര്യ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th. ഏത് സ്കൂളിലാണ്? ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എവിടെയാ സ്ഥലം? എൻചിക്കോട്ടീസ്. ഏത് ഐറ്റമാണ് അവതരിപ്പിക്കുന്നത്? ഫോക്ക് ഡാൻസ്. ഡാൻസ് പഠിക്കാൻ പോകാറുണ്ടോ? ചേച്ചി ആരാ ഡാൻസ് പഠിപ്പിക്കുന്നത്? ഞാൻ ഭരതനാട്യം പഠിക്കുന്നുണ്ട്, ഫോക്ക് ഡാൻസും പഠിക്കുന്നുണ്ട്. ഫോക്ക് ഡാൻസ് മനോജ് മാഷും, ഭരതനാട്യം കലാമണ്ഡലം വിനോദ് ടീച്ചറും. കൂട്ടുകാരെ, ഐശ്വര്യ ചേച്ചിയെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇനി ഐശ്വര്യ ചേച്ചിയുടെ ഫോക്ക് ഡാൻസ് കാണാം. ലോകത്ത് നിറം ചേർക്കാത്തൊരു നേരു ചൊല്ലാം, നിറകണ്ണാലൊരു കഥ പറയാം. മാറാല കെട്ടിയ പഴങ്കഥ താളിൽ കാലമൊളിപ്പിച്ച കഥ പറയാം. ചാട്ടുപുലയനും അവന്റെ പെൺജാതിക്കും ആറ്റുനോറ്റുണ്ടായ മുത്ത്, അടിയാളക്കുടിയിലെ മാണിക്യം പോലെ സുന്ദരിയായൊരു പെൺകിടാവ്. പാടത്ത് പണിയണ അടിയാള പെണ്ണ് മേലാളന്മാരിലും മോഹമായി. പാതയോരങ്ങളിൽ പൂവാല പയ്യന്മാർ കഴുകൻ കണ്ണുമായി കാത്തിരിക്കും, അവളെ കാമക്കണ്ണുമായി കാത്തിരിക്കും. ഒരു വിരൽ തുമ്പാലകറ്റി നിർത്തി അവൾ ആഭാസ വൃന്ദത്തെ ഒന്നടങ്കം നടക്കാത്ത മോഹത്തിന് അപമാന ഭാരം പകയായി അവരിൽ ജ്വലിച്ചു പൊന്തി. കരിങ്കാമത്തിന്റെ വിഷമേറ്റ മനസ്സുകൾ അവൾക്കായി കൊലവാൾ പണിതെടുത്തു. അടിയാള പെണ്ണിന് പുലയാട്ടു ദോഷം കാതിലും നാക്കിലും അതാളിപ്പടർന്നു. ഒരു തീക്കാറ്റായി ആഞ്ഞു വീശി ആ നുണക്കഥയങ്ങ് നാട്ടിലാകെ. നാലു തുറക്കാരും തമ്പുരാനും മേലെ കാവിൽ ഒത്തുചേർന്നു. കാവുകൂട്ടം കൂടി ശിക്ഷ വിധിച്ചു. പുലയാട്ടു ദോഷം പറ്റിയ പെണ്ണ് മലദൈവത്തിന് കുരുതി മൃഗം. ചീനക്കാറ്റാടി ചീവീടു പാടി ചാളക്കുടിലിൻ്റെ മുറ്റത്തന്ന് കൊച്ചിയുദിച്ച് പൊന്തണ മുമ്പ് ആദേശം മുഴുവൻ ഉണർന്നു വന്ന്. മലദൈവ കാവിലെ ബലിത്തറയിൽ കോടി മുണ്ടൊടുത്തു നിന്നു പെണ്ണ്. മലദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് കരിങ്കല്ല് പോലവൾ ഉറച്ചു നിന്നു. തുള്ളി ഉറഞ്ഞെത്തി കോമരവും ചോരയിൽ മുങ്ങിയ പള്ളിവാളും അപവാദത്തിന്റെ പലിക്കല്ലിൽ മിണം ചിന്തി പാവമാ പെണ്ണ് യാത്രയായി. ആരോ വാരി വിതറിയപ്പോൾ ആദേശമാകെ പടർന്നു വസൂരി. സംഹാര താണ്ഡവമാടി മൃത്യു ചുടലക്കളമായി നാടാകെ. പ്രാണഭയം പൂണ്ട ജനങ്ങളെല്ലാം
ഒത്തുകൂടി മലങ്കാരി അമ്മയെ വിളിച്ചു കേണു അശരീരി വാക്യം ഉയർത്തുവാനിൽ നീലിക്ക് ശ്രീകോവിൽ പണിത് പെണ്ണിന് ഇരിപ്പിടമേകുക കൂട്ടുകാരി ഐശ്വര്യ ചേച്ചിയുടെ ഡാൻസ് കണ്ടല്ലോ, എന്ത് രസമായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കൂട്ടുകാരെ, ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് മാജിക് അങ്കിളിൻ്റെ അടുത്തേക്ക് പോവാം. ഞാനിന്ന് മാജിക് അങ്കിളിനെ കാണാൻ പോവാണ്. മാജിക് അങ്കിളിൻ്റെ കയ്യിൽ കുറേ നല്ല ജാലവിദ്യകൾ ഉണ്ടെന്നാണ് കേട്ടത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറേ കൂട്ടുകാരുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞങ്ങൾക്കൊരു മാജിക് കാണിച്ചു തരുമോ? അങ്കിളിപ്പോ എന്ത് മാജിക്കാ കാണിച്ചു തരേണ്ടത്? അങ്കിളിന്റെ കയ്യിൽ കുറേ മാജിക് ഇല്ല, അതിലൊരു മാജിക് ഒന്ന് കാണിച്ചാൽ മതിയോ? അതിരിക്കട്ടെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങളൊക്കെ? ഞാൻ രണ്ടിലോ? ചെറിയ മോനോ? LKG. What about you? Third. അപ്പൊ മാജിക് ആണല്ലേ? അപ്പൊ നമുക്ക് പോവാം മാജിക് കളിക്കാൻ. മാജിക് കാണിച്ചു തരാം, നല്ല രസകരമായ ചില മാജിക് കാണിച്ചു തരാം. ഓക്കെ, come on. എന്താ മോളെ ഇത്? ഒരു പോട്ടും ചെടിയും, അതിനകത്ത് പുഷ്പങ്ങളുണ്ടോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് തിരിച്ച് കാണിച്ചു കൊടുക്കാം. വല്ലതും ഉണ്ടോ? അവിടെ ഫ്ലവേഴ്സ് ഉണ്ടോ? ശരി, ഇവിടെയോ? ഒന്നുമില്ല അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മാജിക് അല്ലേ? ഇപ്പൊ ഇതിനകത്ത് വല്ല പുഷ്പങ്ങളും കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇതിന്റെ പിൻ സൈഡിൽ വല്ല പുഷ്പങ്ങളുണ്ടോ? നമുക്കിത് ഈ സൈഡിൽ കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്കൊന്ന് പിന്നിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ പിന്നിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. മാജിക് ആണല്ലോ അല്ലേ? എന്താ ചെയ്യേണ്ടത്? പറയും. ഫോക്കസ് 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 ഫോക്കസ്. ഗിലി 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 ഗിലി. എന്നിട്ട് ഇങ്ങനെ പിടിച്ചേ, ഇതിനൊന്ന് റബ്ബ് ചെയ്തേ. അപ്പോൾ അതിനകത്ത് എന്താ സംഭവിച്ചത്? ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. കാണിച്ചു കൊടുത്തേ. അപ്പോൾ നമ്മൾ ഇതിന്റെ പിന്നിലുള്ള കുറച്ച് ഫ്ലവർ എടുത്തിട്ട് മുന്നിൽ വെച്ചു. ദാറ്റ് ഈസ് മാജിക്. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? എങ്ങനെയുണ്ട് ട്രിക്ക്? ഇഷ്ടമായോ? ഓക്കെ. അപ്പോൾ മോളൊരു മാജിക് ചെയ്തില്ലേ? നമുക്കിങ്ങനെ അടുത്ത ചാൻസ് വേറെ കൊടുക്കാം അല്ലേ? ആർക്കാണ് കൊടുക്കേണ്ടത്? എന്താ പേര് പറഞ്ഞേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് മോളൊരു മാജിക്. എന്താ
അപ്പോൾ അങ്കിൾ കാണിച്ചു തരാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. റെഡിയാണോ? അപ്പോൾ സാധാരണ ഒരു മെഷീൻസ് ആദ്യം എന്താ ചെയ്യാറ്? ആ അതെ, അവർക്ക് ചില ജസ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ, അവരിപ്പോൾ ഒരു സ്റ്റേജിൽ വന്നാൽ അവരെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാറ്? ആക്ഷനൊക്കെ കൊടുത്ത്, ഇപ്പോൾ അതുപോലെ ഒരു ആക്ഷനൊക്കെ കൊടുത്തിട്ട് മോൾ ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇത് പിടിച്ചേ. ഇപ്പോഴ് ഏതൊക്കെ കളറാണ് ഇതൊന്ന് പറഞ്ഞേ? യെല്ലോ 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 റെഡ് റെഡ് റെഡ്. ആ പിന്നെ യെല്ലോ യെല്ലോ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോവേർബ് ഇല്ലേ, എന്താ? യെല്ലോ യെല്ലോ നോ യെല്ലോ യെല്ലോ ഡേർട്ടി ഫെലോ, അങ്ങനെ കേട്ടിട്ടുണ്ടോ? നമ്മൾ യെല്ലോ എങ്ങനെയാ പറയുക? യെല്ലോ യെല്ലോ ഡേർട്ടി ഫെലോ അല്ലേ? പക്ഷെ ഇത് ഡേർട്ടി അല്ല കേട്ടോ, നല്ല ഫ്ലവറാണ്. അപ്പോൾ 3 യെല്ലോ ഫ്ലവേഴ്സ്, 3 റെഡ് ഫ്ലവേഴ്സ്. ഓക്കെ, ഈ അടുത്തതായിട്ട് ഈ കൈ ഇങ്ങനെ പിടിക്കുക, ക്ലോസ് ചെയ്ത് പിടിക്കുക, ഓഡിയൻസിനെ കാണിക്കരുത്, ഈ കൈ ഇങ്ങനെ പിടിച്ചത്. ഓക്കെ, അതിൽ നമ്മൾ പതുക്കെ ഇതുപോലെ പുള്ളി ചെയ്യാം. ഓക്കെ, അവിടെ വെച്ചോളൂ. ഇപ്പോഴെന്തെങ്കിലും സംഭവിച്ചോ? എന്താ സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല. വീണ്ടും യെല്ലോ യെല്ലോ റെഡ്. ഇത് നമുക്ക് ഈ റെഡിൽ പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ അങ്ങ് പുള്ളി ചെയ്യാം. ഒരു അവിടെ അങ്ങനെ വെച്ചോളൂ. ഇപ്പോൾ കൈ വിട്ടോളൂ. ഓക്കെ, ഇപ്പോഴെന്താ സംഭവിച്ചത്? 4 റെഡ് 2 യെല്ലോ. അങ്കിളിവിടെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്, അതെന്തായിരിക്കും? റെഡ്. അപ്പോൾ 4 റെഡ് 2 യെല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ പിടിക്കാം. ഒരു 1 2 and 3. ഇപ്പോഴെന്താ സംഭവിച്ചത്? 1 2 3 റെഡ് 2 യെല്ലോ and 1 റെഡ് അല്ലേ? നമുക്ക് വീണ്ടും നോക്കാം. ഇവിടെ ഇങ്ങനെ പിടിക്കുക. ഇപ്പോഴെന്താ സംഭവിച്ചത്? എത്ര റെഡായി? 1 യെല്ലോ 1 റെഡ് 1 യെല്ലോ 1 റെഡ് another റെഡ് യെല്ലോ റെഡ്. ഓക്കെ, ഇനി നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ലീവ്. 2 റെഡ് 1 യെല്ലോ 1 റെഡ് യെല്ലോ റെഡ്. ഓക്കെ, ദിസ് ഈസ് മാജിക്. എങ്ങനെയുണ്ട്? അല്ലേ? കൂട്ടുകാരെ, മുറ്റത്തും തൊടിയിലും ഓടിച്ചാടി കളിക്കാൻ എന്തു രസമാണ്. ഉണ്ണികളുടെ കളി കണ്ട് അത്ഭുതപ്പെട്ട് കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? കൂട്ടുകാർ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇനി മുതൽ പരിസരവും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. എന്നാൽ ഇനി ഈ പാട്ട് കേൾക്കൂ.
റിക്കുട്ടന് കുഞ്ഞാറ്റയുടെ 1000 പിറന്നാൾ ആശംസകൾ. ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന മുഹമ്മദ് അബീൻ റയാന് കുഞ്ഞാറ്റയുടെ 1000 പിറന്നാൾ ആശംസകൾ. 5ാം വയസ്സിലേക്ക് കടക്കുന്ന മുഹമ്മദ് ഷാമിലിന് കുഞ്ഞാറ്റയുടെ പിറന്നാൾ ആശംസകൾ. നിങ്ങളുടെ കൂട്ടുകാർക്ക് പിറന്നാൾ ആശംസകൾ നേരാൻ എന്നെ അറിയിക്കൂ. പേരും അഡ്രസ്സും ഫോട്ടോയും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ കുഞ്ഞാറ്റ, ദർശന TV, ഓർക്കിഡ് ഗാർഡൻ, എരണിപ്പാലം PO, കോഴിക്കോട്. പിൻ 673006. ഇമെയിൽ kunyatadtv@gmail.com. ഇന്നത്തെ കുഞ്ഞാറ്റ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ.